എല്ലാവരുടെയും ഫീഡിൽ വന്നിട്ടുള്ള ഒരു പരസ്യമായിരിക്കും ഒരു ആസ്ട്രോളജി ആപ്പിന്റെ പരസ്യം. അത് നടികളാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. നടികളും നമ്മളെയാണല്ലോ മച്ചമ്പി. കാശ് കൊടുത്താൽ പല സെലിബ്രിറ്റീസും വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ സാധ്യതയുണ്ട്. ഇവരിന്നിട്ട് എന്താ പറയുന്നത്? നമുക്കൊരു കാര്യം ട്രൈ ചെയ്ത് നോക്കിയാലോ? എന്നോടിത് വേണ്ടായിരുന്നു. എക്സ്പ്രഷൻ ചെറിയൊരു മാറ്റം ഉണ്ടല്ലോ. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ വിശ്വാസായോ? സി, ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നൊന്നുമില്ല ഇത് ഉപയോഗിക്കാൻ വേണ്ടിട്ട്. As I said कि मैं किसी को भी फोर्स नहीं कर रही हूँ. இந்த നെക്ലസ് തന്നെ അങ്കിയും പാത്തേ. അത് തന്നെയാ ഇത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരേ ഫാഷനിലുള്ള 3 നെക്ലേസുകളായി അവർക്കുള്ളത്. എന്നാ ഒത്തൊരുമൈ. But the thing is, personally എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുണ്ട്. ഇത് അപർണയുടെ എക്സ്പീരിയൻസിൽ നിന്ന് എത്രയും പെട്ടെന്ന് ആസ്ട്രോടോക്ക് എല്ലാവരിലേക്കും എത്തിച്ച് എല്ലാവരുടെയും ജീവിതം രക്ഷപ്പെടുത്തണം എന്ന്. പ്രിയരെ, ഐശ്വര്യമണി ചന്ദ്രമാല എന്റെ ജീവിതത്തിൽ ഗുണം ചെയ്തത് എങ്ങനെയാണെന്ന് ഞാൻ പറയട്ടെ. ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം കൊടുത്താൽ മതി, നിങ്ങൾക്ക് എപ്പോ കല്യാണം നടക്കുന്നു പറഞ്ഞുതരും. ഇപ്പൊ ടെക്നിക്ക് ഇവിടെ കിട്ടി. ആപ്പില് ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യുക. എന്നിട്ട് കാശ് എപ്പോ വരും, എങ്ങനെ വരും, എന്തോരം വരും. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. ഇവിടുന്ന് വരും, കയ്യിൽ എണ്ണാൻ പറ്റാത്തത്ര കാശ് എപ്പോ വരും. फट से मम्मी ने पैसे निकाल के वो बाबा को दे दिए और मुझे उनका आशीर्वाद दिलवाया. बाबा आपका उल्लू बना गए. സോറി, എനിക്ക് ഫ്ലാറ്റ് മാറിപ്പോയതാ. കുട്ടി കരിക്കും പിടിച്ചെല്ലാത്തിനും വണ്ടി കേട്ടോ. മര്യാദയ്ക്ക് വെച്ച് സത്യം പറയൂല. നിങ്ങൾക്ക് എത്ര പൈസ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി എപ്പോ കിട്ടുന്ന പറഞ്ഞുതരും. അതിൽ ആൾക്കാർ ശരിക്കും ചെല്ലുന്നുണ്ടോ? ഫസ്റ്റ് വൺ ഫ്രീ ചാറ്റ് ഉണ്ട് ഫോർ 10 minutes. ഒന്നും തരണ്ട സാർ, നല്ല പറഞ്ഞാണ് സാർ. ഓർ 20 minutes പേ ദിസ് മച്ച്. ഇതിന്റെ വില വെറും 5999 രൂപ മാത്രം. അതിലാണ് ആൾക്കാർ വീഴുന്നത്. അത് ശരിയാ. 3 നടിമാർ. ഈ 3 നടിമാരും അവരുടെ പബ്ലിസിറ്റി ആണോ ഇതിനായിട്ട് ദുരുപയോഗപ്പെടുത്തുന്നത്? ഓഫ് കോഴ്സ് ആണല്ലേ. ഇവർക്കൊക്കെ എന്തിന്റെ ആവശ്യമാണ് ഇതിന്റെ? ആശാനെ അത് മാത്രം പറയരുത്. ഞാൻ എന്റെ അവസ്ഥ ആലോചിച്ച് പറഞ്ഞു പോയതാ. എന്താ അവസ്ഥ? കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന സ്വന്തം അമ്മ. എന്തൊരു വധമാണോ? ഒരാവശ്യമില്ല. താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ട്, പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? കാശാവശ്യമുണ്ട്. അതാണ് സംഗതി. നീ ഇവിടെ ഉള്ളത് എനിക്ക് ആശ്വാസമാണ്. എന്നാലും പറയുകയാണ്, ഇനി ഇങ്ങോട്ടുള്ള വരവ് വേണ്ട. എന്തെങ്കിലും ജോലി ചെയ്ത് മാന്യമായിട്ട് ജീവിക്കാൻ നോക്കും. അവർ വിചാരിക്കുന്ന ഈ സെലിബ്രിറ്റി അല്ലെങ്കിൽ ഈ സ്റ്റാർഡം കുറച്ചു കാലത്തേക്കേ ഉള്ളൂ, പെട്ടെന്ന് പോകും. എന്നെ അങ്ങനെ ഉപേക്ഷിക്കില്ല സാറേ. ഈ ലോകം വിട്ടാ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? പണിക്ക് പോകാനൊരു അനിയനില്ലാത്തതാണ് എന്റെ ഏറ്റവും വലിയ ദുഃഖം. ഓരോ ഉടായ്പായിട്ട് ഇറങ്ങിക്കോളൂ. പോകുന്നതിന് മുമ്പ് മാക്സിമം വെട്ടി വിഴുങ്ങുക എന്നുള്ളതാണ്. ഇത് ലാസ്റ്റ് സപ്പറ. നാളത്തെ സൂപ്പർ ഫാസ്റ്റിൽ പൊക്കോളണം. മനസ്സിലായോ? എന്താ നാളത്തെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പക്ഷെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര റിയലിസ്റ്റിക് ആണ്. താങ്ക് യു സർ. അവരുടെ ലൈഫിൽ നടന്നത്, അവര് രക്ഷപ്പെട്ടെന്നൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറി. പക്ഷേ മഹാലക്ഷ്മിയുടെ മരണത്തോടു കൂടി അമ്മാവൻ തളർന്ന് കിടപ്പിലായി. ഇതില് ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം അടിച്ചാൽ മതി. അതോടെ ആ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ എന്റെ ഈ തോളിലായി. നല്ലൊരു അസ്ട്രോളജറിനെ കണ്ടിട്ട് ചെക്ക് ചെയ്യും. അതെനിക്കിഷ്ടമില്ല. അന്ന് രാത്രി അമ്മാവനെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു.